ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്ഡൻസ് വേൾഡ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ വേണ്ടിയിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ ചെറിയ രീതിയിൽ നമ്മൾ ആണ് ഒരുക്കിയിട്ടുള്ളത്. വീട് ഫുൾ ഒരുക്കിയിട്ടില്ല. എന്നാൽ ഹോള് നമ്മൾ കയറി വരുന്ന ഭാഗം അങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങിയത് ലൈറ്റ് ഇടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് ഗഡീസിൻ്റെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് ഗഡീസ് അതിന് ഹെൽപ്പ് ചെയ്തു. ഫ്രണ്ടിൽ നമ്മൾ ഇതേപോലെ ലൈറ്റ് ഇട്ടു. അതുപോലെ തന്നെ നമ്മുടെ ഫെൻസുമൊക്കെ ഒരു ബ്ലൂ കളർ ലൈറ്റ് ഇടാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസുമേ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ് ആ ഗ്രീൻ കളറിലുള്ള ഗാർലൻഡ്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തു. ഒരു റെഡ് കളറിൻ്റെ ബീഡ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കൂടുതലും മറ്റേ നമ്മുടെ ട്രീമ വെക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ട്രീ സെറ്റ് ചെയ്തു. ട്രീ സെറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ടൈം പിടിക്കുക. അതിൽ ആ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ചുണ്ടാക്കിയെടുക്കാൻ കുറേ ടൈം ആവുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം തലേദിവസം തന്നെ ഇട്ടു. പിന്നെ ബാക്കിയുള്ള കുറച്ച് ഇതൊക്കെ ഞാൻ അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ അടിയിൽ ഒരു സ്കേർട്ട് ഇട്ട് കൊടുത്തു. പക്ഷേ സ്കേർട്ട് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വിചാരിച്ച അത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ കാലൊക്കെ ഒന്ന് കവർ ചെയ്തിരുന്നു. ലെഗൊക്കെ മറ്റേ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ലെഗൊക്കെ ഒന്ന് കവർ ചെയ്തിരുന്നു. അങ്ങനെ അത് വെച്ചു. ഗഡീസ് പുറത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വേലിക്ക് ഉണ്ടായ ഈ ക്രിസ്മസ് ടൈമിൽ ഉണ്ടാവണ ഈ സാധനം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഈ വേഴ്സ് ഒന്ന് സെറ്റാക്കി. ഇവിടുത്തെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് ഈ പുറത്ത് തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടും ഈ ക്രിസ്മസ് സീസണൊക്കെ ആകുമ്പോൾ. പക്ഷേ കുറേ ദിവസമൊന്നും ലാസ്റ്റ് ചെയ്യില്ലായിരിക്കാം, എന്നാലും നമുക്കങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ ഒരു പേപ്പറിൻ്റെ ക്രിസ്മസ് നമ്മുടെ സ്റ്റാർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ടെമൂന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ടെമൂന്നാണ് വാങ്ങിച്ചേക്കണേ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീമിൽ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഹോം ബാർഗനിയിൽ നിന്ന് മറ്റേ ബെല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെല്ല് മുകളിൽ സീലിങ്ങിൻ്റെ അവിടെ നിന്ന് തൂക്കിയിടാൻ പാകത്തിന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനേക്കാളും എനിക്ക് ഇവിടെ ഇടാൻ ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അത് ഇവിടെ ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ കൊച്ചു വരുമ്പോഴൊക്കെ അതിമൊന്ന് തട്ടിയിട്ടായിരിക്കും പോകാമെന്ന് മാത്രം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ രൂപക്കൂടിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുത്തു. വലിയ കാര്യമായിട്ടൊന്നുമല്ല, എന്നാൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ തിരിയൊക്കെ ഒന്ന് മാറ്റി, തിരിയുടെ ആ ചുറ്റുമുള്ള ക്രൗണൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത്, പിന്നെ 2 സോക്സൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ചെറിയൊരു രീതിയിലൊരു മേക്ക് ഓവറും ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊരു ചെറിയ മണിയുണ്ട്, അതും ഒന്ന് തട്ടുമ്പോൾ ചെറിയ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ഈ ജെല്ലിൻ്റെ മെറി ക്രിസ്മസ് നമ്മൾ ഗ്ലാസ്സിൽ എഴുതുന്നത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ക്ലിയർ ഷീറ്റ് അത് അവിടെ നിന്ന് ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ നിന്ന് മാറ്റണം. അപ്പോൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളത് അവിടെ തന്നെ വെക്കാമെന്ന് വെച്ച്. ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വെച്ചേക്കണത് പൊട്ടയാണ്, കൊള്ളുമില്ല, പുറത്തുനിന്നെല്ലാം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്ത് പോയി നോക്കുമ്പോഴാണ് ശരിയാണ്, പുറത്ത് നോക്കുമ്പോൾ ഈ ഗ്ലാസ് ഷീറ്റ് വൃത്തികേടായിട്ട് തന്നെയുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അധികം അങ്ങനെ പേപ്പറിൻ്റെ സ്റ്റാർസ് അങ്ങനെ അധികം ആരും ഇടണ കണ്ടിട്ടില്ല. നമ്മളെന്തായാലും ഒരെണ്ണം ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോഫി ടേബിളിൽ ഒന്ന് ചെറിയ ചേഞ്ച് കൊടുക്കാമെന്ന് വെച്ചു. ഒരു സെൻറ്റർ പീസൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇതൊക്കെ ഹോം ബാർഗനിയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ആ കുഞ്ഞു ക്രിസ്മസ് ട്രീ കഴിഞ്ഞ കൊല്ലം നമ്മൾ ടെമൂന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഈ സെൻറ്റർ പീസ് നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയുള്ള ഭാഗം നമുക്ക് ഈ കയറി വരുന്ന സ്ഥലത്തെ ഷൂറാക്കിൻ്റെ മീതിയാണ്. അവിടെ നമ്മൾ വെച്ചേക്കണതെല്ലാം നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്രിസ്മസ് എന്നുള്ളൊരു ഈ ഒരു സാധനം അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ഇങ്ങനെ ഓരോ പ്രാവശ്യം കുറച്ച് വർഷമായിട്ട് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ട്. അടുത്ത കൊല്ലം എന്തായാലും ഈ കൊല്ലം വാങ്ങിച്ചത് കുറേ ബാക്കിയുണ്ടാവും. അപ്പോൾ അടുത്ത കൊല്ലം പുൽക്കൂട് വാങ്ങിക്കാം. ഈ പ്രാവശ്യം നമ്മൾ പുൽക്കൂട് ചെയ്യാൻ നോക്കിയില്ല. അപ്പോൾ നമ്മൾ അടുത്ത കൊല്ലം പുൽക്കൂട് മറ്റേ ക്രിബിൻ്റെ സെറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ സെറ്റാക്കാം എന്നുള്ളതിൽ അതാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ സ്നോമാൻ കഴിഞ്ഞ കൊല്ലത്തെയാണ്. ഞാൻ വെറുതെ ലൈറ്റ് ഓൺ ആക്കി നോക്കിയപ്പോൾ അത് ഇപ്പോഴും കത്തുന്നുണ്ട്. അത് കഴിഞ്ഞ കൊല്ലം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബാറ്ററിയാണ്. അത് ഇപ്പോൾ സാധാരണ ഇത്ര നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അത് കേടാവില്ല ചെയ്യും, പക്ഷെ അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സ്ഥലവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചെറിയ കുഷ്യനൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ആ ഏരിയയും റെഡി ആക്കി കഴിഞ്ഞപ്പോൾ എല്ലാം ആയി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങളും ഡെക്കറേഷൻസൊക്കെയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതെ ബൈ ബൈ, ടേക്ക് കെയർ.